الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ അവസാനം നിർത്തിവെച്ചത് ഇസ്ലാമിക ചരിത്രത്തിൽ ഖദറിൻ്റെ വിഷയത്തിൽ പിഴച്ച കക്ഷികളായി അറിയപ്പെട്ട വിഭാഗമായിരുന്നു അൽ ഖദരിയ. അവർ അള്ളാഹുവിൻ്റെ വിധിയെ നിഷേധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമും അതേപോലെ തന്നെ കിതാബത്തുമൊക്കെ നിഷേധിച്ചു കളഞ്ഞു. അവരെ സംബന്ധിച്ച് ഗുലാത്തുൽ ഖദരിയ എന്ന പേര് നൽകി. അവരുടെ വാദം യഥാർത്ഥ കുഫ്റാണെന്നും പണ്ഡിതന്മാർ വിധി പറഞ്ഞു. അവരോട് സാദൃശ്യപ്പെട്ട ഒരു വിഭാഗമാണ് അൽ മുഅ്തസില. അൽ മുഅ്തസില എന്ന വിഭാഗത്തിന് പല പിഴച്ച ആദർശങ്ങളുണ്ട്. അതായത് അവരുടെ പ്രധാനപ്പെട്ട ഉസൂലുകളാണ് അൽ ഉസൂലുൽ ഖംസ എന്ന് പറയും. അൽ മുഅ്തസില എന്ന വിഭാഗത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ 5 ആകുന്നു. അതിന് അവർ പറഞ്ഞ ഒന്ന് തൗഹീദ് എന്ന് പറയും. അവരുടെ തൗഹീദിൽപ്പെട്ട പ്രധാനപ്പെട്ട മുഖ്യ വിഷയം എന്താ അറിയോ? അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളെ നിഷേധിക്കുക. അതാണ് അവരുടെ തൗഹീദ്. കാരണം എന്താണ്? സിഫാത്തുകൾ സ്ഥിരപ്പെടുത്തിയാൽ അള്ളാഹുവിനെ പോലെ തന്നെ വേറെ ഗുണവിശേഷണങ്ങളും ഉണ്ട് എന്ന് സ്ഥാപിക്കേണ്ടി വരും. അപ്പം വേറെ ഇലാഹുകൾ ഉണ്ട് എന്ന് പറയേണ്ടി വരും എന്ന ഒരു ദുർന്യായവും മണ്ടത്തരവും വിഡ്ഢിത്തരവുമാണ് അവർ പറഞ്ഞ ന്യായം വെച്ചുകൊണ്ട് അവർ അവരുടെ തൗഹീദ് സ്ഥാപിച്ചു. അതേപോലെ തന്നെ അവരുടെ ഉസൂലുകളിൽ അൽ ഉസൂലുൽ ഖംസ 5 ഉസൂലുകളിൽപ്പെട്ട ഒന്നാണ് അൽ അദിൽ. അൽ അദിൽ എന്ന് പറഞ്ഞാൽ നീതി. അപ്പോൾ ഈ നീതി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഖൽഖിനെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്കാണ് അവസാനിച്ചത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ഖാലിഖ് എന്ന് നാം വിശ്വസിക്കുന്നു. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ. അവർ പറയുന്നു മനുഷ്യരുടെ ഇബാദുകളുടെ പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ചത് അവർ തന്നെയാണ്. ആര്? ഇബാദുകൾ തന്നെയാണ്, മനുഷ്യർ തന്നെയാണ്. കാരണം അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്ക് ദുൽം നാം ചേർത്ത് പറയലാവും. അള്ളാഹു ആണ്, ഒരിക്കലും അള്ളാഹു എന്താണ്? വാലിമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അദിൽ പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് വേറെ പിഴച്ച ആശയങ്ങളൊക്കെയുണ്ട്. അതേപോലെ ഷർറ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഷർറ് സൃഷ്ടിച്ചിട്ടില്ല. മനസ്സിലല്ലേ? ഇപ്പം നമ്മൾ അഹ്ലുസുന്ന പറയുന്നത് എന്താണ്? അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ അള്ളാഹു ഖൈറും ഷർറും സൃഷ്ടിച്ചിട്ടുണ്ട്, വിധിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിലേക്ക് ഷർറ് നാം ചേർക്കരുത്. വശർറു ലൈസ ഇലൈക്. ഇത് സഹിഹായ പ്രാർത്ഥനയിൽപ്പെട്ടതാണല്ലോ. അതായത് വജ്ജഹത്തു വജ്ഹിൻ്റെ ഭാഗമായിട്ടൊരു റിവായത്തിൽ വന്നതാണ് വശർറു വൽ ഖൈറു കുല്ലുഹു ബിയദൈക് വശർറു ലൈസ ഇലൈക്. അപ്പോൾ എന്താണ് പണ്ഡിതൻ പറഞ്ഞത്? അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തികളിൽ എന്തുണ്ടാവില്ല? അള്ളാഹുവാണ് ഷർറ് സൃഷ്ടിച്ചത്, ഖൈറും ഷർറും അള്ളാഹു സൃഷ്ടിച്ചു, അള്ളാഹു വിധിച്ചു. പക്ഷെ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഒരിക്കലും ഷർറല്ല. മനസ്സിലായല്ലോ? ആ നിലക്ക് ഷർറ് മാത്രം അള്ളാഹുവിലേക്ക് നിസ്ബ് ചെയ്യാൻ പാടില്ല. അശ്ശർറുൽ മഹ്ദു, കേവലം ശുദ്ധമായും ഷർറ് എന്ന സംഗതി ഒരിക്കലും അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകില്ല. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളുടെയൊക്കെ പിന്നെ എന്താണ്? ഹിക്മത്ത് എന്താണ്? ഖൈറ് മാത്രമാകുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? അങ്ങനെ അവരുടെ തൗഹീദ്, അദിൽ, അവരുടെ ഉസൂലുകളിൽപ്പെട്ടതാണ് അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നല്ല ഉസൂലുകളാണ്. പക്ഷേ ആ ഉസൂലിൻ്റെ അർത്ഥത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അവരുദ്ദേശിക്കുന്നത് അതായത് മുസ്ലിം ഭരണകർത്താക്കൾ തിന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ വാളുകൊണ്ട് ആഹ്വാനം ചെയ്യണം, തുനിയണമെന്നാണ്. അപ്പോൾ ഈ ഖവാരിജിൻ്റെ ഒരു അംശം ആർക്കുണ്ട്? മുഅ്തസിലക്കാർക്കുണ്ട്. ആ ഇഅ്തിസാലി വിശ്വാസമാണ് പല പിഴച്ച ഇപ്പോൾ നമ്മൾ കാണുന്ന കക്ഷികൾക്കും വിഭാഗങ്ങൾക്കുമൊക്കെ
യഥാർത്ഥത്തിൽ അതിൻ്റെ വേര് ഏതിലേക്കാണ് പോകുന്നത്? മുഅ്തസില, ഖവാരിജ് പോലെയുള്ള വിഭാഗങ്ങളിലേക്കാണ് എത്തുന്നത്. അതായത് മുസ്ലിം ഒരു ഭരണാധികാരി തിന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തിന്മ പ്രേരിപ്പിക്കുന്ന ആളാണെങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അയാൾക്ക് നിർബന്ധമായിട്ടും ആൾക്കാരെ ശരിക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് അയാൾക്കെതിരെ തുനിയണം എന്നൊക്കെ ആ ഖുറൂജ് പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കക്ഷിയായിരുന്നു അൽ ഖവാരിജ്. അതുകൊണ്ടാണ് അൽ ഖവാരിജ് എന്ന പേര് നൽകപ്പെടാനുള്ള കാരണം. അതേപോലെ അൽ മുഅ്തസിലക്കാർക്കും അതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? അൽ മുഅ്തസില എന്ന വിഭാഗത്തിൻ്റെ പേര് അൽ മുഅ്തസില എന്ന് വരാനുള്ള കാരണം നാം മനസ്സിലാക്കി. അതേപോലെ തന്നെ അവരുടെ ഉസൂലുകളിൽപ്പെട്ടതാണ് അൽ ഖംസത്തുൽ ഉസൂൽ, അൽ ഉസൂലുൽ ഖംസ. അതിലൊന്നെന്താണ്? അൽ തൗഹീദ്, അതേപോലെ തന്നെ അൽ അദ്ല്, അതേപോലെ അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ. നമ്മുടെ തുല്ലാബുൽ ഇൽമിനെ ആരെ ഓർമ്മപ്പെടുത്തുക? 4-5 ഉസൂലുകളുണ്ട്, ബാക്കി 4-5 ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ സഹോദരന്മാർ നാം മനസ്സിലാക്കേണ്ടത്, മുഅ്തസിലക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കുഫാറുകളാണ് എന്ന് പണ്ഡിതന്മാർ ഒരു പൊതുവിധി പറഞ്ഞിട്ടില്ല. അവർ പിഴച്ച കക്ഷികളാണ്. എന്തുകൊണ്ട്? അവരാകുന്നു അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ അവർ സത്യനിഷേധികളാവേണ്ടതല്ലേ? മനസ്സിലായില്ലേ? കാരണം ഖൽഖ് അള്ളാഹു ആണ് ഖാലിഖ്. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ചത് മനുഷ്യരാണെന്ന് പറയുമ്പോൾ അതൊരു കുഫ്രല്ലേ, കുഫ്രായ വാദമല്ലേ? പണ്ഡിതന്മാർ പറയുന്നു അതിനുള്ള കാരണം, അതായത് മുഅ്തസിലക്കാർ അങ്ങനെ പറയുമ്പോഴും അവർക്കൊരു ശുബ്ഹത്തുണ്ട്. അള്ളാഹുവിലേക്ക് ദുൽമ് ചേർക്കപ്പെടാൻ പാടില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് അവരിത് നിഷേധിക്കുന്നത്. അതൊരു കാരണം. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇൽമും കിതാബത്തും അവർ അംഗീകരിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു വിധി നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം അവർ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഖൽഖും അതേപോലെ തന്നെ മശീഅത്തും അവർ നിഷേധിച്ച് കളയുന്നുണ്ട്. അതും ഈ ദുൽമിൻ്റെ ന്യായം പറഞ്ഞുകൊണ്ട്. അതേപോലെ തന്നെ അവർ പറയുന്നു, ഒരു മനുഷ്യൻ തിന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവാണ് വിധിച്ചത്, ഉദ്ദേശിച്ചത്, അള്ളാഹുവാണ് സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ ഒരാൾ തിന്മ പ്രവർത്തിച്ചാൽ അതിൻ്റെ പേരിൽ ശിക്ഷിക്കാൻ പാടില്ലല്ലോ, അള്ളാഹു ഒരിക്കലും ശിക്ഷിക്കാൻ പാടില്ലല്ലോ എന്നവർ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ശുബ്ഹത്ത്, അതായത് തക്ഫീർ നടത്തുവാൻ, തക്ഫീർ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന തൗഹീദിൻ്റെ ഷഹാദത്ത് കലിമത്ത് പ്രഖ്യാപിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു മുസ്ലിമിനെ തക്ഫീർ ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം സഹോദരന്മാരെ? ഷർത്തുകൾ വേണം, ഷർത്തുകൾ ഒത്തുചേരണം, തടസ്സങ്ങൾ നീങ്ങിപ്പോകണം. അതിനാണ് തവഫുറു ശുറൂത്തി വംതിനാഉ വനഫ്യുൽ മവാനി വൻതിഫാഉൽ മവാനി. അതായത് തടസ്സങ്ങൾ നീങ്ങിപ്പോകണം. ഒരു തടസ്സം എന്താണ്? ശുബ്ഹത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അതായത് ആ വിഷയത്തിൽ പിന്നെ പ്രമാണമാണെന്ന് തോന്നിപ്പിക്കുമാറുള്ള ഒരു ശുബ്ഹത്ത്, സംശയം. അതേപോലെ തന്നെ തഅ്വീൽ ഉണ്ടാകാൻ പാടില്ല. കാരണം ഒരു പ്രമാണത്തിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ് എന്ന് പറയുമ്പം അതും തക്ഫീറിൻ്റെ മവാനിയിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ അറിവില്ലായ്മ തക്ഫീറിൻ്റെ മവാനിയിൽപ്പെട്ടതാണ്. ആൾക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് തന്നെയാണ് മുഅ്തസിലക്കാരെ പണ്ഡിതന്മാർ മൊത്തത്തിൽ അവർ കുഫാറുകളാണെന്ന് പറയുന്നതിൻ്റെ കാരണം. അതേപോലെ സഹോദരന്മാരെ, ഇവിടെ നമുക്കറിയാം ഈ മനുഷ്യരുടെ പ്രവർത്തനങ്ങളൊക്കെ സൃഷ്ടിച്ചതാരാകുന്നു? മനുഷ്യർ തന്നെയാണെന്ന് പറയുമ്പോഴും അവരൊരു കാര്യം പറയുന്നുണ്ട്. എന്താണത്? അൽ ഖാദി അബ്ദുൽ ജബ്ബാർ അദ്ദേഹത്തിൻ്റെ അൽ മുഗ്നി ഫി അബ്വാബി തൗഹീദ് വൽ അദ്ൽ എന്ന പുസ്തകം, ഫഖ്റുദ്ദീൻ റാസി തഫ്സീർ റാസിയിൽ ഖാലൽ ഖാദി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആരാണ്? അൽ ഖാദി അബ്ദുൽ ജബ്ബാർ. അൽ ഖാദി അബ്ദുൽ ജബ്ബാർ മുഅ്തസിലക്കാരുടെ വലിയ നേതാവ്. നമ്മൾ ഇബ്നു തൈമിയ്യൊക്കെ പറയില്ലേ, അവരുടെ ഇബ്നു തൈമിയ്യ ആരാണ്? അൽ ഖാദി അബ്ദുൽ ജബ്ബാർ. മർഹൂം സക്കരിയ സലാഹി റഹിമഹുല്ലാ മുമ്പ് പറയുണ്ടായിരുന്നു,
അതായത് അബ്ദുസ്സലാം മൗലവി പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുള്ള ഒരു അൽ ഖാദി അബ്ദുൽ ജബ്ബാർ അൽ ഖാദി. അപ്പോൾ ഇത് കേൾക്കുന്നവരെയായിരിക്കും അഹ്ലുസുന്നയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണെന്ന്. അപ്പോൾ മുഅ്തസിലക്കാരുടെ വാദമാണ് വായിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആരാണ് ഈ മുഅ്തസിലക്കാർ, അവരുടെ പണ്ഡിതന്മാർ ആരൊക്കെയാണ്, അവരുടെ വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളെ ഒരു ചുരുങ്ങിയ രൂപത്തിലെങ്കിലും നമ്മുടെ സഹോദരന്മാർക്കും അതേപോലെ വിദ്യാർത്ഥികൾക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവർ പേര് നടന്ന പിഴച്ച ആദർശങ്ങൾ, വ്യതിയാനങ്ങളിൽ വരും തലമുറ തീർച്ചയായിട്ടും അകപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം സൂക്ഷിച്ചു കൊള്ളണം. നമ്മൾ അഖീദ പഠിപ്പിക്കണം എന്ന് പറയുമ്പം വെറുതെയല്ല, ഇങ്ങനെയുള്ള പല വ്യതിയാനങ്ങളിൽ ശരിക്കും ഇസ്ലാമിക ചരിത്രം സാക്ഷിയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സഹോദരന്മാരെ, ഈ തക്ഫീറിൻ്റെ വിഷയം പറയുമ്പം പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. അതായത് പലപ്പോഴും നമ്മുടെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, കാരണം പല ബിദ്ഈ കക്ഷികളെയും അതേപോലെ തന്നെ ഇനിയിപ്പോൾ കുഫ്റും ഷിർക്കും അറിയാതെ അതേപോലെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നവരുണ്ടാകും. അവരെ വ്യക്തിതലത്തിൽ കാഫിറാക്കുന്നത് ഒന്നും, അവരുടെ പ്രവർത്തനം സംബന്ധിച്ചും ഷിർക്കും കുഫ്റും പറഞ്ഞതും വേറെ ഒന്നുമാണ്. ഇത് പ്രധാനപ്പെട്ട അഹ്ലുസുന്ന പണ്ഡിതന്മാർ പഠിപ്പിച്ച ഒരു ഖാഇദയാണ്. അതായത് അൽ ഫർഖു ബൈന തക്ഫീരിൽ ഔസാഫ് വ തക്ഫീരിൽ അഅയാൻ. തക്ഫീറുൽ ഔസാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു കർമ്മത്തെക്കുറിച്ച് കുഫ്ർ എന്ന് വിലയിരുത്തുന്നതും ആ വ്യക്തി കാഫിറാണെന്ന് പറയുന്നത് രണ്ടാണ്. മനസ്സിലായല്ലോ? അപ്പോൾ മുഅ്തസിലക്കാരുടെ ചില വാദങ്ങൾ എന്താണ്? കുഫ്റാണ്. പക്ഷേ ഒരു മുഅ്തസിലി പണ്ഡിതനെ സംബന്ധിച്ച് അയാൾ മുർത്തദ്ദാണെന്ന് പണ്ഡിതന്മാർ ഫത്വ കൊടുക്കണമെന്നില്ല. ഏതുപോലെ? ജഹ്മികളെ പോലെ. ജഹ്മികളുടെ വാദം എന്താണ്? സിഫാത്തുകളെ പാടെ നിഷേധിക്കുക എന്നാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന വാദം ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടുവന്ന വിഭാഗക്കാരാണ് അൽ ജഹ്മിയ. അവരുടെ വാദം ആര് സ്വീകരിച്ചു? മുഅ്തസിലക്കാരുടെ വാദം കുറച്ചും കൂടി അലങ്കരിച്ച് സ്വീകരിച്ചതാരാണ്? അശ്അരികൾ. നമ്മുടെ നാട്ടിലൊക്കെ സമസ്തക്കാർ പഠിപ്പിക്കുന്ന അഖീദ ഏതാണ്? അശ്അരി അഖീദയാണ്. അശ്അരി അഖീദ പഠിപ്പിക്കുന്ന വാദം, നമ്മൾ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ, ഈ അറബി വചനങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണോ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ലാത്ത കലാമാണോ? അവിടെ അഖീദ പ്രകാരം സൃഷ്ടിയായ മഖ്ലൂഖായ കലാമാകുന്നു. അതാണ് അവരുടെ വാദം. മുഅ്തസില ജഹ്മികളുടെ വാദം. നമ്മുടെ പൂർവ്വകാലത്തുള്ള സലഫുകൾ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അതിനു മുമ്പുള്ള നമ്മുടെ സലഫിൽപ്പെട്ട പൂർവികരായ പൂർവ്വസൂരികൾ കുഫ്ർ എന്ന് പറഞ്ഞ പിഴച്ച വാദമാണിത്. ഏത്? ഖുർആൻ മഖ്ലൂഖാണെന്ന് പറഞ്ഞ വാദം. കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളിൽ പെട്ടതാണ്. ഇവർ വാദിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ കലാം സൃഷ്ടിയാണെന്ന്. അപ്പം എന്താണ്? അള്ളാഹുവിനെ പോലെ അള്ളാഹു സൃഷ്ടിയാണെന്ന് പറഞ്ഞതിൻ്റെ ഒരു തുല്യമായ ഒരു പിഴച്ച വാദമാണ് അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളും സൃഷ്ടിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, അതായത് ജഹ്മികളുടെ വാദം മുഅ്തസിലക്കാർ സ്വീകരിച്ചു. മുഅ്തസിലക്കാരുടെ പല വാദങ്ങളും പിൽക്കാലങ്ങളിൽ വന്ന ഇൽമുൽ കലാമിൽ അകപ്പെട്ട അശ്അരികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ നാം അവസാനം പറഞ്ഞു നിർത്തിയ വിഷയം എന്താണ്? തക്ഫീറാണ്. അപ്പോൾ ജഹ്മികളിൽപ്പെട്ട ആൾക്കാരെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജീവിച്ച കാലഘട്ടം നമുക്കറിയാം. വളരെ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായ, പരീക്ഷണങ്ങളിൽ അകപ്പെട്ട ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് വെറുതെ കൊടുത്തതല്ല പണ്ഡിതന്മാർ. നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ആ ഒരു ത്യാഗം, വലിയ ത്യാഗം, ഈ ബിദ്അത്ത് വളരെ, അതായത് ആധികാരികമായിട്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൽ, അന്ന് ഇസ്ലാമിക രാഷ്ട്രം ഭരിച്ചിരുന്ന ചില ഭരണകർത്താക്കൾ മുഅ്തസില ആശയം പേർ നടന്നവരായിരുന്നു. അങ്ങനെ അവർ നിർബന്ധിച്ചു, ബലാത്കാരം പണ്ഡിതന്മാരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന്. അത് ഉറച്ചു നിന്നു ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. അങ്ങനെ ഉറച്ചു നിൽക്കുക. അതിനാണ് മിഹ്നത്തു അൽ ഖൗലി ബി ഖൽഖിൽ ഖുർആൻ. അത് അറിയപ്പെട്ട ഒരു മിഹ്നയാണ്, ഒരു മുസീബത്തായിട്ട് പണ്ഡിതന്മാർ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഉറച്ചു നിൽക്കുകയും
അഹ്ലുസുന്ന അഖീദ വിജയിക്കുകയും അങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബലിന് ഇമാമു അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പട്ടം പണ്ഡിതന്മാർ നൽകുകയും എന്നിട്ട് പോലും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആ കാലഘട്ടത്തിലെ ഭരണകർത്താക്കൾക്കെതിരെ തുനിഞ്ഞോ? ഇത്രയും വലിയ കുഫ്ർ എന്ന വാദം പറഞ്ഞിട്ട് പോലും നമ്മൾ മനസ്സിലാക്കണം സലഫികളുടെ നിലപാട്. ഇപ്പോൾ ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്സഖഫി എന്ന ഭരണകർത്താവ് അദ്ദേഹം വലിയ അക്രമിയായിരുന്നു അത്രേ. പണ്ഡിതന്മാർ പറയുന്നുണ്ട് പല പൂർവികരിൽപ്പെട്ട പണ്ഡിതന്മാരെയും വധിച്ചിട്ടുണ്ട്. പക്ഷേ അൽ ഹജ്ജാജിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച സഹാബികൾ അൽ ഹജ്ജാജിനെ പിന്നെ നമസ്കരിച്ചിട്ടുണ്ട്, അവിടെ കൂടി ജമാഅത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ആ കാലഘട്ടത്തിലെ ജഹ്മികളായ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം നോക്കൂ നിങ്ങൾ. മഅ അന്ന അഹ്മദ ലം യുകഫിർ അഅയാൻ അൽ ജഹ്മിയ്യ, ജഹ്മികളിൽപ്പെട്ട വ്യക്തികളെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ കാഫിറാക്കിയിട്ടില്ല. നമ്മുടെ വിഷയം എന്താണ്? അതായത് വ്യക്തികളെ കാഫിറാക്കുന്നതും പ്രവർത്തനത്തെക്കുറിച്ച് കുഫ്ർ എന്ന് വിലയിരുത്തുന്നതും രണ്ടാണ്. ഇമാം ഇബ്നു തൈമിയ്യ പറയാന്നു വലാ കുല്ല മൻ ഖാല ഇന്നഹു ജഹ്മിയുൻ കഫറഹു, ജഹ്മിയാണെന്ന് വിളിക്കപ്പെട്ട ഓരോരുത്തരെയും ഇമാം അഹ്മദ് ബിൻ ഹംബൽ കാഫിറാക്കിയിട്ടില്ല. ആരാകുന്നു? അതായത് ബൽ സല്ല ഖൽഫൽ ജഹ്മിയ്യ അല്ലദീന ദഅു ഇലാ ഖൗലിഹിം വംതഹനു الناس وعاقبوا من لم يوافقهم بالعقوبات الغليظة ലം യുകഫിർഹും അഹ്മദു അംസാലുഹു. അതായത് ജഹ്മിയുടെ പിന്നിൽ നമസ്കരിച്ചിട്ടുണ്ട്. ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ നമസ്കരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ജഹ്മികൾ ആരാകുന്നു? ജനങ്ങളെ അവരുടെ വാദം പറയുവാൻ വേണ്ടി പരീക്ഷിക്കുകയും അവരോട് യോജിക്കാത്തവരെ പിന്നെ അതിശക്തമായ ശിക്ഷ അവർ നടപ്പിലാക്കുകയും എന്നിട്ടിപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അവരെ കാഫിറാക്കിയിട്ടില്ല. അവരുടെ വാദം എന്താണ്? കുഫ്റാണ്. പക്ഷേ വ്യക്തികളെ കാഫിറാക്കിയിട്ടില്ല. ബൽക്കാന യഅ്തഖിദു ഈമാനഹും വ ഇമാമത്തഹും, അവർ മുസ്ലിമീങ്ങളിൽപ്പെട്ടവർ തന്നെയാണ്. അവരുടെ ഇമാമത്തും അവർ സ്വീകരിച്ചിട്ടുണ്ട്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ സ്വീകരിച്ചിട്ടുണ്ട്. വയദ്ഉ ലഹും, അവർക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വയറൽ ഇമാമ ബിഹിം ഫി സ്വലവാതി ഖൽഫഹും, നമസ്കാരങ്ങളിൽ ജുമുഅ ജമാഅത്തുകളിൽ അവരുടെ ഇമാമത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അതേപോലെ തന്നെ വൽ ഹജ്ജ് വൽ ഗസ്വി മഅഹും, അവരുടെ കൂടെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ജിഹാദ് ചെയ്തിട്ടുണ്ട്. വൽ മൻഇ മിനൽ ഖുറൂജി അലൈഹിം, അവർക്കെതിരെ ആഹ്വാനം ചെയ്യാൻ പാടില്ല, തുനിയാൻ പാടില്ല, എതിരെ പുറപ്പെടാൻ പാടില്ല എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഫത്വ കൊടുത്തു. വയുൻകിറു മാ അഹ്ദസു മിനൽ ഖൗലിൽ ബാത്തിൽ ലദീ ഹുവ കുഫ്റുൻ അദീം, അതോടൊപ്പം തന്നെ അവർ പറഞ്ഞ ആ പുത്തനാശയം, മഹാ അപകടകരമായ ഗുരുതരമായ കുഫ്റായ ആ വാദത്തെ സംബന്ധിച്ച് എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു വിഷയം. പക്ഷേ അതേ സമയത്ത് എന്താണ്, വ്യക്തികൾക്ക് ഒരു പക്ഷേ ആ വിഷയത്തിൽ ശുബഹത്തുകളുണ്ടാകും, അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാകും, തെളിവുകളുണ്ടാകും, അറിവില്ലായ്മയുണ്ടാകും. അതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വ്യക്തികളെ കാഫിറാക്കുക എന്ന സംഗതി സഹോദരന്മാരെ വളരെ അപകടം പിടിച്ച ഒരു വിഷയമാണ്. അതൊക്കെ പണ്ഡിതന്മാർ, അഹ്ലുസുന്ന പണ്ഡിതന്മാർ കൂടി തീരുമാനിച്ച് ഒരു വ്യക്തി മുർത്തദ്ദാണെന്ന് വിധി പറഞ്ഞാൽ അയാൾ മുർത്തദ്ദായിട്ട് പ്രഖ്യാപിക്കുക. സൗദി പണ്ഡിതന്മാർ ലജ്ന ദായിമൊക്കെ ഫത്വ കൊടുത്ത പ്രകാരം സൽമാൻ റുഷ്ദി സംബന്ധിച്ച് മുർത്തദ്ദാണെന്ന് വിധി പറഞ്ഞല്ലോ. അതല്ലാതെ നമ്മൾ വ്യക്തികളെ കാഫിറാക്കുന്ന വിഷയത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. ഒരു വാദം കുഫ്റാണെങ്കിൽ അതിനെക്കുറിച്ച് കുഫ്റാണ് അല്ലെങ്കിൽ ഷിർക്കാണെന്നൊക്കെ പറയാം. വ്യക്തികളെ കാഫിറാക്കുന്ന വിഷയം അത് വേറെ തന്നെയാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങാം. അപ്പോൾ മുഅ്തസിലക്കാർക്ക് സംഭവിച്ച വ്യതിയാനങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അള്ളാഹുവിൻ്റെ ഖദറിലുള്ള തെറ്റായ വിശ്വാസം. അള്ളാഹു സുബ്ഹാനഹു വ തആലയല്ല സൃഷ്ടികളുടെ കർമ്മങ്ങൾ സൃഷ്ടിച്ചത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മശീഅത്തും അവർ നിഷേധിച്ച് കളഞ്ഞു. അതേപോലെ ഷർറ് അള്ളാഹുലേക്ക് ചേർക്കപ്പെടാൻ പാടുണ്ടോ എന്ന വിഷയത്തിൽ ഇമാം അശ്അരി പറഞ്ഞു, അജ്മഅത്തിൽ മുഅ്തസിലതു അലാ അന്ന അല്ലാഹ സുബ്ഹാനഹു ലം യഖ്ലുഖിൽ കുഫ്ര വൽ മആസിയ വലാ ശൈഅൻ മിൻ അഫ്ആലി ഗൈരിഹി.
അതായത് മുഅ്തസിലക്കാർ ഏകകണ്ഠേന ഏകോപിതരായിക്കൊണ്ട് ഏകോപിച്ചു. മുഅ്തസിലക്കാർ ഏകോപിച്ചു ഏത് വിഷയത്തിൽ? അള്ളാഹു ഒരിക്കലും കുഫ്ർ സൃഷ്ടിച്ചിട്ടില്ല, അതേപോലെ പാപങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല, അതേപോലെ മറ്റുള്ള സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. ഇത് ഖുർആൻ ഇതിലല്ലേ? അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. ഖുർആൻ എതിരാണ്. അപ്പോൾ ഇവരുടെ ന്യായങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ മുഅ്തസിലക്കാരെ കുറിച്ച് ഇമാം അശ്അരി പറയാണ്, വഖ്തലഫത്തിൽ മുഅ്തസില ഹൽ യുഖാലു ഇന്നൽ ഇൻസാന യഖ്ലുഖു ഫിഅലഹു. അപ്പോൾ മനുഷ്യനാണ് തൻ്റെ പ്രവർത്തനത്തെ സൃഷ്ടിക്കുന്നത് എന്ന വാക്ക്, ആ പ്രയോഗം പ്രയോഗിക്കാൻ പറ്റുമോ? അതായത് അതിൻ്റെ ആശയം അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ സൃഷ്ടിച്ചു എന്ന വാക്ക് പറയാൻ പറ്റുമോ എന്ന വിഷയത്തിൽ തർക്കമുണ്ടായി. ആർക്കിടയിൽ? മുഅ്തസിലക്കാർക്കിടയിൽ. ഒരു വിഭാഗം പറയുന്നു സൃഷ്ടിച്ചു എന്ന് പറയാൻ പാടില്ല, കാരണം ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹു ആണല്ലോ. അതേപോലെ തന്നെ ഒരു വിഭാഗം പറയുന്നു സൃഷ്ടിച്ചു എന്നതിൻ്റെ അർത്ഥം ഇവിടെ പ്രവർത്തിച്ചു എന്നാകുന്നു എന്നും പറയുന്നുണ്ട്. ഏതായാലും അവർ അംഗീകരിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹു അത് സൃഷ്ടിച്ചിട്ടില്ല എന്ന് അവർ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പിന്നെ മനുഷ്യൻ സൃഷ്ടിച്ചോ സൃഷ്ടിച്ചിട്ടില്ലേ, ആ വാക്ക് പ്രയോഗിക്കാൻ പറ്റുമോ പറ്റില്ല എന്ന വിഷയത്തിലാണ് പിന്നീട് തർക്കമുണ്ടായത്. അതായത് ഇമാം അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അത്രക്കും പഴക്കമുള്ള ഗ്രന്ഥമാണ് മഖാലാത്തുൽ ഇസ്ലാമിയീൻ. അതായത് 1100 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളിൽ മുസ്ലിങ്ങളിൽപ്പെട്ട വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കണമെങ്കിൽ 1100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണത്. ഇമാം അശ്അരിയുടെ മഖാലാത്തു അൽ ഇസ്ലാമിൻ. ഇബ്നു തൈമിയ്യ പോലെയുള്ള പണ്ഡിതന്മാരുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു അവലംബമാണ് ഇമാം അശ്അരിയുടെ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ. അതേപോലെ സഹോദരന്മാരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അതായത് അൽ മുഅ്തസില എന്ന വിഭാഗക്കാർ കൊണ്ടുവന്ന പുത്തൻ ആശയമാണ് ഏത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ല മനുഷ്യരുടെ പ്രവർത്തികൾ സൃഷ്ടിച്ചത് മനുഷ്യരാകുന്നു. അപ്പോൾ അഹ്ലുസുന്ന നിലപാട് എന്താകുന്നു? അതേപോലെ നമ്മുടെ നാട്ടിലൊക്കെ അഹ്ലുസുന്ന എന്ന് സ്വയം വാദിക്കുകയും അശ്അരി അഖീദ പ്രചരിപ്പിക്കുകയും ചെയ്ത വിഭാഗത്തിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അശ്അരികൾ പറയുന്നു, അതായത് അള്ളാഹു ആണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സൃഷ്ടിച്ചത് എന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. അഹ്ലുസുന്ന പോലെ തന്നെ അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? അതായത് മുഅ്തസിലക്കാർ സൃഷ്ടികൾക്ക് പൂർണ്ണ അവകാശം കൊടുത്തു. എന്താ അവകാശം കൊടുത്തു? അതായത് അള്ളാഹുവിനെ പോലെ തന്നെ അള്ളാഹുവിന് അവകാശപ്പെട്ട സവിശേഷതയാണ് ഈ ഖൽഖ്, പ്രവർത്തനങ്ങളെ നിർമ്മിക്കുക അല്ലെങ്കിൽ പടച്ചുണ്ടാക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സവിശേഷത സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുകയാണ് അൽ മുഅ്തസില വിഭാഗക്കാർ. പക്ഷെ അതിൻ്റെ കൂടെ അവർ കാഫിറാകാത്തൊരു കാരണം എന്താണ്? അതിൻ്റെ കൂടെ ഒരു കാര്യം പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അല്ലാഹു അഖ്ദറഹും അലാ ദാലിക്, അവർക്ക് കഴിവ് കൊടുത്തവരാണ് അള്ളാഹു ആണെന്ന്. അപ്പം അവരെ കാഫിറാക്കത്തിൻ്റെ കുറേ കാരണങ്ങളിൽ പെട്ട ഒരു കാരണമാണിത്. അൽ ഖാദി അബ്ദുൽ ജബ്ബാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഇബാറത്ത് വായിക്കാൻ മറന്നുപോയി. വ അഖ്ദറഹും അലാ ദാലിക അൽ മുഗ്നി എന്ന കിതാബിൽ അൽ ഖാദി അബ്ദുൽ ജബ്ബാർ പറഞ്ഞു, അതായത് സൃഷ്ടികളാണ് അവരുടെ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നത്, അള്ളാഹു അതിന് അവർക്ക് കഴിവ് നൽകിയെന്ന്. അപ്പം അള്ളാഹു അവർക്ക് കഴിവ് നൽകിയെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർക്കൊരു ഉദറായിട്ട് പണ്ഡിതന്മാരെന്ത് അത് സ്വീകരിച്ചിട്ടില്ല. അവർ പിഴച്ചവർ തന്നെയാണ്. പക്ഷെ അവരെ കാഫിറാക്കാൻ പാടുണ്ടെന്ന വിഷയത്തിലാണ് പിന്നീട് ചർച്ച വന്നത്. സഹോദരന്മാരെ, അശ്അരികൾ സ്വീകരിച്ച നിലപാട് എന്താണ്? അൽ കസ്ബ് എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. എന്താണ് അൽ കസ്ബ്? അപ്പോൾ മുഅ്തസിലക്കാരുടെ വാദം എന്തായിരുന്നു? ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരുടെ പ്രവർത്തികൾ അവർ തന്നെയാണ് നിർമ്മിച്ചുണ്ടാക്കിയത്. അഹ്ലുസുന്ന പറയുന്നത് എന്താണ്? അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. പക്ഷേ സമ്പാദിക്കുന്നവൻ, പ്രവർത്തിക്കുന്നവൻ ആരാണ്? മനുഷ്യനാണ്. അത് ആരും അംഗീകരിക്കുന്നുണ്ട്? മൊത്തത്തിൽ അശ്അരികൾ അംഗീകരിക്കുന്നുണ്ട്. അൽ കസ്ബ് എന്ന വാക്കതിന് കൊടുക്കുകയും ചെയ്തു. പക്ഷെ അവിടെ പ്രശ്നം എന്താണ്? അശ്അരികൾക്ക് സംഭവിച്ച പിഴവ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഒരു കാര്യം പ്രവർത്തിക്കാനുള്ള കഴിവ് ആ പ്രവൃത്തി സംഭവിക്കുമ്പോൾ മാത്രമാണ്. ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രം അള്ളാഹു ആ കഴിവ് കൊടുക്കും.
പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അപ്പപ്പോൾ ഉള്ള കഴിവ്. ഇതിനാണ് അവർ കസ്ബ് എന്ന് പറയുക. അപ്പോൾ അതിന് ശരിക്ക് അവർ കൊടുത്ത തഅരീഫ് എന്താണ്, നിർവചനം? അതായത് അൽ ഖുദ്റത്തുൽ മുഖാരിനതു ലിൽ ഫിഅലി വഹിയ ഗൈറു മുഅസ്സിറ. അതായത് ഒരു ഫിഅലിനോടൊപ്പം ചേരുന്ന ഒരു ഖുദ്റത്ത്, അതിന് സ്വാധീനമില്ല. അപ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം? നമ്മെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്ന പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്ന ആശയം എന്താണ്? ഇപ്പോൾ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് നേരത്തെ നൽകിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഹജ്ജ് ചെയ്യണമെങ്കിൽ ഹജ്ജിൻ്റെ ഷർത്തിൽപ്പെട്ടത് എന്താണ്? ഇസ്തിതാഅത്ത്. എന്താണ് ഇസ്തിതാഅത്ത്? അതായത് കഴിവ് വേണം. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല. അപ്പോൾ നിർബന്ധമായും ജനങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യണം, ഹജ്ജ് കർമ്മം നിർവഹിക്കണം. പക്ഷേ മനിസ്തതാഅ ഇലൈഹി സബീല, അതിന് സാധിക്കുന്നവർക്ക് മാത്രം. അപ്പോൾ ഈ ഇസ്തിതാഅത്ത് എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ ചിന്തിക്കണം, ഒരു ഹജ്ജ് കർമ്മം ചെയ്യുമ്പോൾ മാത്രം ആ സമയത്ത് മാത്രം നൽകപ്പെടുന്ന കഴിവിനാണ് ഇസ്തിതാഅത്ത് എന്ന് പറയുക. മറിച്ച് എന്താണ്, ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള അള്ളാഹു നേരത്തെ കൊടുത്ത കഴിവിനെക്കുറിച്ചാണ് ഇവിടെ ഖുർആൻ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അശ്ശരികളുടെ അഖീദ യഥാർത്ഥത്തിൽ ഖുർആന് എതിരാണ്. കാരണം എന്താണ്, മനുഷ്യൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രമുള്ള കഴിവാണ്. അതിനോടൊപ്പം അവർ കൊണ്ടുവന്ന ബിദ്അത്ത് എന്താണ്, ഗൈറു മുഅസ്സിറ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവൃത്തി ചെയ്യുമ്പോഴുള്ള കഴിവ് എന്ന് പറയുമ്പം ആ കഴിവിന് സ്വാധീനമുണ്ടോ ഇന്നവർ ചർച്ച ചെയ്തൊരു വിഷയമാണ്. സ്വാധീനം പറഞ്ഞാൽ അതിനൊരു പ്രത്യേക തഅ്സീറുണ്ടോ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ മീതെ ഞാൻ നല്ല വെയിറ്റുള്ള ഒരു കല്ല് എറിഞ്ഞു, ആ ഗ്ലാസ് പൊട്ടി ചിന്ന ഭിന്നമായി മാറി. അശ്ശരി വിശ്വാസപ്രകാരം ഈ ഗ്ലാസ് പൊട്ടിയത് ഈ കല്ല് എറിഞ്ഞതിൻ്റെ കാരണത്താലല്ലത്രേ. അപ്പോൾ എന്താണ്, കല്ല് വീണു ആ സമയത്ത് അപ്പോൾ ഒരു കാര്യം സംഭവിച്ചു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇത് ചില്ല് പൊട്ടാനുള്ള കാരണമല്ല കല്ല്. വിറകുകൾ ഒരുമിച്ച് കൂട്ടുന്നു, അതിനെ നാം തീ കൊണ്ട് കത്തിക്കുന്നു, അങ്ങനെ തീ കാരണത്താൽ വിറക് കത്തുന്നു അല്ലേ? ഏതാണ് സബബ്? തീ. ഖാലിഖാരാണ് അള്ളാഹു. ഇവരുടെ അഖീദ ഇവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ്. എന്ത്? അതായത് ശാസ്ത്രത്തിനടക്കം എതിരാണിത്. അതായത് അവർ പറയുന്നു ഈ വിറക് കത്തിയത് തീ കാരണത്താലല്ല എന്ന്. അതേപോലെ തന്നെ ഒരു മനുഷ്യന് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിന് ഒരു സ്വാധീനവുമില്ല, ഒരു കഴിവുമില്ല എന്ന് അഹ്ലുസുന്ന പഠിപ്പിക്കുന്നു. മനുഷ്യൻ്റെ പ്രവൃത്തി സൃഷ്ടിച്ചതാരാണ്? അള്ളാഹുവാണ്. അള്ളാഹു ആ മനുഷ്യന് സ്വാധീനം നൽകിയിട്ടുണ്ട്, കഴിവ് നൽകിയിട്ടുണ്ട്, അത് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ട്. അതേപോലെ ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു അവന് ആരോഗ്യം നൽകിയിട്ടുണ്ട്, കഴിവ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കഴിവില്ലാത്ത ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ അയാൾ മുക്കല്ലഫാവില്ല. എന്താണ്? അതായത് ഇബാദത്തുകളും കാര്യങ്ങളൊക്കെ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചു പ്രവർത്തിക്കാനൊക്കെ, അതിനാണ് തെക്ലീഫ് എന്ന് പറയാം. ഇപ്പോൾ തെക്ലീഫ് ആകണം എന്ത് വേണം? നമുക്ക് ഇസ്തിതാഅത്ത് വേണ്ടേ? അപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നു, ഒരു ശുബ്ഹത്ത്, നഊദു ബില്ലാഹ്, എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ കുറേ വിഷയങ്ങൾ പ്രതിപാദിക്കാനുണ്ട്. അവർ ചർച്ച ചെയ്തൊരു വിഷയമാണ്. നമ്മുടെ വിശ്വാസം എന്താണ്? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹ. അവർ ചർച്ചയാണിത്. മനുഷ്യന് സാധിക്കാത്ത അസാധ്യമായ കാര്യം അള്ളാഹു ഏൽപ്പിക്കുമോ? മനുഷ്യന് സാധിക്കാത്ത കാര്യം, പ്രവർത്തിക്കാൻ സാധിക്കാത്ത, കഴിവിൽ പെടാത്ത കാര്യം അള്ളാഹു പ്രവർത്തിക്കാൻ ഏൽപ്പിക്കുമോ എന്നൊരു വിഷയം. അവർ പറയാണ് ബുദ്ധി കൊണ്ട് അങ്ങനെ നമുക്ക് അംഗീകരിക്കാം, അങ്ങനെ ഏൽപ്പിക്കാം എന്ന് പറയുന്നു. അഹ്ലുസുന്ന പറയുന്നു ഒരിക്കലും അങ്ങനെയില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹ. അപ്പോൾ മനുഷ്യൻ്റെ പ്രവർത്തനയ്ക്ക് എന്തുണ്ട്? അള്ളാഹു നിശ്ചയിച്ചൊരു സ്വാധീനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കസ്ബ്, അതായത് പിന്നെ പണ്ഡിതന്മാർ പറയാണ് ഈ ലോകത്ത് ഒരിക്കലും പിടുത്തം കിട്ടാത്ത ചില വിഷയങ്ങളുണ്ടത്രേ. ആ വിഷയത്തിൽപ്പെട്ടതാണ് അശ്ശരി അഖീദയിലുള്ള കസ്ബ്. ആ കസ്ബിന് ഒരു അർത്ഥവുമില്ല എന്ന്. കാരണം എന്താണ്? മനുഷ്യന് എന്താണ് സ്വാധീനം
മനുഷ്യൻ്റെ കഴിവിന് പരിപൂർണമായിട്ടും എല്ലാ നിലക്കും അതിനെ സ്വാധീനം നിഷേധിച്ച് കളഞ്ഞു. എന്തിനു വേണ്ടിയായിരുന്നത്? മുഅ്തസിലക്കാരെ എതിർക്കാൻ വേണ്ടി. മുഅ്തസിലക്കാർ ഒരു നിലക്ക് പറയുന്നു മനുഷ്യൻ്റെ കർമ്മങ്ങൾ സൃഷ്ടിച്ചത് മനുഷ്യർ തന്നെയാണ് എന്ന് പറയുമ്പോൾ അവർ എതിർത്ത് എന്തായി മാറി? മനുഷ്യന് ഒരു കഴിവുമില്ല. അങ്ങനെ സുബ്ഹാനല്ലാഹ് അശ്അരി അഖീദ ഒരു ഭാഗത്ത് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ സൂഫിസം മൂത്തുകൊണ്ട് മനുഷ്യന് ഇല്ലാത്ത കഴിവുകളും നൽകി. യഥാർത്ഥത്തിൽ അശ്അരി അഖീദയിലുള്ള ഇൽമുൽ കലാമും സൂഫി തരീഖത്തുകൾ പഠിപ്പിക്കുന്ന സൂഫിസം തമ്മിൽ ഒരിക്കലും ചേർച്ചയില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും അശ്അരി അഖീദക്കാരെന്ന് പറയുന്നവർ പോലും ഈ ഇസ്തിഗാസയും അതേപോലെ കള്ളക്കറാമത്തുകളൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ അശ്അരി അഖീദ കൊണ്ടുവരാൻ പറ്റൂല. കാരണം കൊണ്ടുവന്നാൽ പ്രശ്നമാണ്. കാരണം ഖുദ്റത്തുൻ ഗൈറു മുഅസ്സിറ എന്നാണ്. ഒരു നിലക്കും എന്ത്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അത് വരും. കാരണം പലപ്പോഴും സുബ്ഹാനല്ലാഹ് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. പല ആൾക്കാരും മനുഷ്യനൊരു കഴിവുമില്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കും. അപ്പോൾ എന്താണത്? അത് അശ്അരി അഖീദയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നത് ശരിക്കും ഹക്കാണ്. പക്ഷേ അതോടൊപ്പം തന്നെ മനുഷ്യരുടെ കഴിവിൻ്റെ സ്വാധീനം പരിപൂർണമായും നിഷേധിച്ച് കളയുന്ന അശ്അരി അഖീദ ആണ് അവിടെ അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ മർമ്മം നാം മനസ്സിലാക്കണമെങ്കിൽ അഖീദൻ്റെ വിഷയങ്ങളൊക്കെ നാം ആധികാരികമായിട്ട് ചെറിയ രൂപത്തിലെങ്കിലും പഠിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ സഹോദരന്മാരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട എന്താണ്? മുഅ്തസിലക്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയുടെ ഭാഗമായ ഖൽഖും അതേപോലെ തന്നെ മശീഅത്തും നിഷേധിച്ചപ്പോൾ അശ്അരി വിഭാഗക്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൽഖ് അവർ അംഗീകരിച്ചു. പക്ഷേ അതോടൊപ്പം തന്നെ മനുഷ്യരുടെ കഴിവിൻ്റെ എല്ലാ സ്വാധീനവും അവർ നിഷേധിച്ച് കളഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഈ വിഷയത്തിലുള്ള പിഴച്ച കക്ഷികൾ അവരുടെ വേരുകളെക്കുറിച്ച് നാം ഒരു സൂചന നൽകിയിരുന്നു. എന്താ സൂചന? അതായത് നമ്മൾ വേരുകളിലേക്ക് പോയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ മുഅ്തസില, ജഹ്മിയ, ഖദരിയ എന്ന വിഭാഗത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് അന്യമതക്കാരായ മജൂസികളിലേക്കും ക്രിസ്ത്യാനികളിലേക്കും ജൂതന്മാരിലേക്കുമാണ് അതിൻ്റെ വേരുകൾ എത്തിപ്പെടുന്നത്. അതിന് ചില സൂചനകൾ നാം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ അഖീദയുടെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് സഹോദരന്മാരെ അൽ-തെദ്മുരിയ്യ, അൽ അഖീദത്തു അൽ-തെദ്മുരിയ്യ. അതായത് തെദ്മുർ എന്ന ഒരു പട്ടണം, ഒരു പ്രദേശമുണ്ട് ഇവിടെ സിറിയയിലെ തെദ്മുർ എന്ന് പറഞ്ഞാൽ ഹെംസ് എന്ന പട്ടണത്തിലെ ഒരു പ്രദേശമാണ് തെദ്മുർ. തെദ്മുരികളായ വിദ്യാർത്ഥികൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോട് ചോദിച്ചു, ഇത് നമ്മുടെ അഖീദ സംബന്ധമായ അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ട ഖദറുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ. അങ്ങനെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഉത്തരം എഴുതിയ ഗ്രന്ഥമാണ് ഇപ്പോൾ പണ്ഡിതന്മാരൊക്കെ ഒരു വർഷക്കെടുത്ത് ശർഹ ചെയ്യുന്നത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഒറ്റ ഇരുത്തത്തിൽ ഒരു മറുപടി കൊടുക്കും. അത്രക്കും വേഗത്തിൽ ഇബ്നു തൈമിയ്യ എഴുതുന്ന പറഞ്ഞു. ഇബ്നു തൈമിയ്യൻ്റെ എഴുത്ത് വായിക്കാൻ അത്ര എളുപ്പമല്ല. അത് വായിക്കുന്ന ഇബ്നു തൈമിയ്യയുടെ പ്രമുഖ ശിഷ്യനായിരുന്നു അബു അബ്ദില്ല ഇബ്നു റുസയ്യിഖ് അൽ മഗ്രിബി. ഇബ്നു റുസയ്യിഖാണ് ഇബ്നു തൈമിയ്യൻ്റെ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളും നസ്ഖ് ചെയ്തത്, കോപ്പി ചെയ്തത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ എഴുതിയ ഒരു ഗ്രന്ഥമാണ് അൽ അഖീദത്തു അത്ത്-തെദ്മുരിയ്യ. അത് ശരിക്ക് പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. അതായത് അൽ അഖീദത്തുൽ വാസിത്തിയ്യ പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടുത്ത സ്റ്റേജ് ഏതാണ്? അൽ അഖീദത്തു അത്ത്-തെദ്മുരിയ്യ. അതിന് ശേഷം അൽ ഫത്വ അൽ ഹമവിയ്യ. തെദ്മുരിയ്യയിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നു, പിഴച്ച കക്ഷികൾ അള്ളാഹുവിൻ്റെ വിധിയുടെ വിഷയത്തിൽ, ഖദറിൻ്റെ വിഷയത്തിൽ പിഴച്ച കക്ഷികൾ 3 വിഭാഗക്കാരാണ്. 1 മജൂസിയ, 2 മുശ്രിക്കിയ, 3 ഇബ്ലീസിയ. മജൂസികൾ ആരാകുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ നിഷേധിച്ച് കളഞ്ഞ വിഭാഗമാണ് ആര്? അതുകൊണ്ടാണ് ഖദരിയാക്കളെക്കുറിച്ച് ഒരു ഹദീസ് വന്നു, അൽ ഖദരിയ്യത്തു മജൂസു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിൽപ്പെട്ട മജൂസികളാകുന്നു ആര്? ഖദരിയാക്കൾ.
മനസ്സിലായി? അതിൻ്റെ കാരണം എന്താണ്? അതായത് മജൂസികൾ അള്ളാഹുവിൻ്റെ ഖദർ നിഷേധിച്ചു കളഞ്ഞു. അപ്പോൾ മജൂസികളെ സംബന്ധിച്ച് അവരാരാകുന്നു? അഗ്നി ആരാധകരാണ്. അവർ അഹ്ലുൽ കിതാബിൽ പെട്ടതാണോ പെട്ടതല്ലേ എന്നൊക്കെ ചർച്ചയുണ്ട്. അതിൽ പ്രബലമായ അഭിപ്രായം മജൂസികൾ അഹ്ലുൽ കിതാബിൽ പെട്ടതല്ല, അവർ ശരിക്ക് ബഹുദൈവ വിശ്വാസികളാണ്, അഗ്നി ആരാധകരാണല്ലോ. പക്ഷേ ജിസിയയുടെ വിഷയത്തിൽ അവർക്ക് അഹ്ലുൽ കിതാബിൻ്റെ നിയമമാകുന്നു. മനസ്സിലായില്ലേ? അതായത് ജിസിയ കൊടുത്ത് അവർക്ക് ദിമ്മികളായി ജീവിക്കാം എന്നുള്ള വിഷയത്തിൽ അവർക്ക് മജൂസികളുടെ വിഷയത്തിൽ ആ ഒരു ഇളവുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ രണ്ടാം വിഭാഗം ആരാകുന്നു? അൽ മുഷ്രിക്കിയ, ബഹുദൈവ വിശ്വാസികൾ. ബഹുദൈവ വിശ്വാസികൾ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ വിധിയെ നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ എന്ത് നിഷേധിച്ചു? അള്ളാഹുവിൻ്റെ ശർഅ നിഷേധിച്ചു, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നിഷേധിച്ചു. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ, അള്ളാഹുവിൻ്റെ ആജ്ഞകൾ, കൽപ്പനകൾ, ശർഅ നിഷേധിച്ചു. ആര്? മുശ്രിക്കീങ്ങൾ. അപ്പോൾ മജൂസികളെപ്പോലെ ആരുണ്ടായി? ആര് വന്നു? ഖദരികൾ വന്നു. മജൂസികളെപ്പോലെ ആര് വന്നു? ഖദരികൾ വന്നു. എന്താണ് സദൃശ്യം പരസ്പരം? ഖദർ നിഷേധിക്കുന്ന വിഷയത്തിൽ. അപ്പോൾ ഇബ്നു തൈമിയ്യ പറയാണ്, വൽ ഫിർഖത്തു സാനിയ, രണ്ടാമത്തെ ഫിർഖത്ത് അൽ മുശ്രിക്കിയ അല്ലദീന അഖറു ബിൽ ഖദാഇ വൽ ഖദർ വ അൻകറു അൽ അംറ വൻ നഹി. അതായത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നിഷേധിക്കുകയും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖദാ ഖദർ അംഗീകരിക്കുകയും ചെയ്തു. പല പിഴച്ച സൂഫികളും ഇവരെ പോലെയാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കൽപ്പിച്ച പല കാര്യങ്ങളും ശരിക്ക് ഒഴിവാക്കി കളയുന്നു. അതേപോലെ മൂന്നാമത്തെ വിഭാഗമാകുന്നു അൽ ഇബ്ലീസിയ. ഇബ്ലീസിനെ പോലെ തന്നെ. എന്താണ്? ഇബ്ലീസ് അള്ളാഹുവിൻ്റെ വിധിയെ നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. അള്ളാഹുവിനെ ശർഅ നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുന്നു. അതാണ് പിന്നെ ഇബ്ലീസ് ചെയ്ത കുഫ്ർ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഖാലിഖ്, അള്ളാഹു എല്ലാം വിധിച്ചിട്ടുണ്ട്, എനിക്ക് നൽകപ്പെട്ട കൽപ്പന അള്ളാഹു കൽപ്പിച്ചത് തന്നെ അംഗീകരിക്കുന്നുണ്ട് ഇബ്ലീസ്. അവൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇബ്ലീസ് എന്ന് പറയുന്നു അന ഖൈറും മിൻഹു, അള്ളാഹു കൽപ്പിച്ച ആ കൽപ്പന ധിക്കാരപൂർവ്വം വിസമ്മതിച്ചു. എന്നിട്ട് പറയുന്നു എന്താണ്? ഞാനാണ് ഖൈറായവൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ ചോദ്യം ചെയ്തു. അള്ളാഹു എന്തുകൊണ്ടാണ് കൽപ്പിച്ചത്? ആ ഹിക്മത്തിൽ അള്ളാഹ്ക്ക് വൈരുദ്ധ്യമുണ്ടായി എന്ന് മഹാകുഫ്രാണ് ആര് പറഞ്ഞത്? ഇബ്ലീസ് പറഞ്ഞത്. അപ്പോൾ അത് ശരിക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇബ്ലീസിൻ്റെ വാദത്തിലേക്ക് എത്തിപ്പെടും. അമിതമായി നമ്മൾ ബുദ്ധി അതിൻ്റെ അതിവരമ്പുകളൊക്കെ വിട്ടുകൊണ്ട് പ്രമാണത്തെ ശരിക്ക് നിഷേധിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കുന്നത് ഇബ്ലീസിൻ്റെ വാദത്തിലേക്കാകുന്നു എന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണവും ഇതാകുന്നു. അപ്പോൾ സഹോദരന്മാരെ, ലാക്കിൻ ജഅലു ഹാദാ തനാഖുദൻ മിർ റബ്ബി സുബ്ഹാനഹു വതഅനു ഫീ ഹിക്മതിഹി വഅദ്ലിഹി, അള്ളാഹുവിൻ്റെ യുക്തിയെ സംബന്ധിച്ചും നീതിയെ സംബന്ധിച്ചും ആക്ഷേപിച്ചു ഇബ്ലീസ്. അപ്പോൾ ഇബ്ലീസിയ എന്ന് പറയാനുള്ള കാരണം ചില പണ്ഡിതന്മാർ പറഞ്ഞ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും. ഇബ്ലീസും മലക്കും തമ്മിൽ പല തർക്കങ്ങളും ഉണ്ടായി. ഇത്ര എന്തുകൊണ്ട് താങ്കൾ അംഗീകരിച്ചില്ല? ഞങ്ങൾ സുജൂദ് ചെയ്തതുപോലെ താങ്കൾക്ക് സുജൂദ് ചെയ്യാമായിരുന്നല്ലോ, എന്തുകൊണ്ട് വിസമ്മതിച്ചു? അങ്ങനെ ഇബ്ലീസ് പല തർക്കങ്ങളും പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഈ ഖദറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് ശരിക്കും പിന്നീട് ചില വിഭാഗങ്ങൾക്ക് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ ചില വിശദീകരണങ്ങളുണ്ട്. ഏതായാലും അതിലേക്ക് നാം കൂടുതലായിട്ട് പോകുന്നില്ല. ഇപ്പോൾ സഹോദരന്മാർ, ഇവിടെ നാം പറഞ്ഞു വരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ മശീഅത്തും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖൽഖുമൊക്കെ നിഷേധിച്ച മുഅ്തസില, അവരോട് സാദൃശ്യപ്പെടുന്ന പല വിഷയങ്ങൾ സാദൃശ്യപ്പെടുന്ന വിഭാഗമാകുന്നു അൽ അശാഇറ. അപ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅത്ത് നിലപാട് പലപ്പോഴും ഇതിനൊക്കെ മധ്യത്തിലാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൽഖും ഇറാദത്തും അതേപോലെ ഇൽമും കിതാബത്തുമൊക്കെ സ്ഥിരപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ മനുഷ്യന് അള്ളാഹു നൽകിയ കഴിവ്, അതിൻ്റേതായ പരിമിതി ഒക്കെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ പ്രവർത്തികളൊക്കെ സൃഷ്ടിച്ചത് ആരാകുന്നു? അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ വിധി പ്രകാരം മാത്രമാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്, നടക്കുന്നത്.
അതോടൊപ്പം തന്നെ ഒരു മനുഷ്യന് അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യം ഇഖ്തിയാർ എന്ന് പറയും. ആ ഇഖ്തിയാർ ഉപയോഗിച്ചുകൊണ്ട് നന്മ തിരഞ്ഞെടുക്കുവാനും തിന്മ തിരഞ്ഞെടുക്കുവാനും കൂടെ സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ വിഷയത്തിലാണ് ഒരു മനുഷ്യൻ്റെ രക്ഷയും ശിക്ഷയും ഉള്ളത്. ഇൻഷാ അള്ളാഹ് ഇങ്ങനെയുള്ള പല വിഷയങ്ങളും നാം ചർച്ച ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അള്ളാഹ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്ന അവസരം കൂടിയാണ്. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന റസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.